ടോപ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. വിശേഷ ദിവസങ്ങളിൽ സദ്യയ്ക്കൊപ്പം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈ പൈനാപ്പിൾ പുളിശ്ശേരി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഞാൻ ഒരല്പം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ഞാൻ പിന്നെ കാണിക്കാം. ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കിയ പൈനാപ്പിൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതോടൊപ്പം 2 പച്ചമുളക് കട്ട് ചെയ്തിടാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം. ഇത് വേവിച്ചെടുക്കാൻ പാകത്തിന് ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് തുറന്നു നോക്കണം. ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ച് വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ ഞാൻ കാണിച്ചതായ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അതിനെ നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഈ ഒരു പേസ്റ്റ് നമുക്ക് കറിയുടെ കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും കറി നന്നായി ഒന്ന് കുറുകി വരികയും ചെയ്യും. അരച്ചെടുത്തതായ പൈനാപ്പിൾ പേസ്റ്റ് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരല്പം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പുളിശ്ശേരിക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കണം. അതിനായി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ തന്നെ അടിച്ചെടുക്കണം. ഇനി ഇതിനെ വേവിച്ച പൈനാപ്പിളിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒക്കെ ചേർത്ത് നമ്മൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് തിളപ്പിക്കേണ്ട കാര്യമില്ല. കാരണം പൈനാപ്പിളൊക്കെ നന്നായി വെന്തിരിക്കുകയാണ്. തീ ഒരു മീഡിയത്തിൽ തന്നെ ഇടണം. ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് തിളച്ച് വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ശർക്കര ഇടുന്നുണ്ട്. ഇനി ഇത് തുടർച്ചയായി ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ചെറുതായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കണം. ഞാനിവിടെ കട്ടകളൊക്കെ ഉടച്ചെടുത്ത തൈരാണ് ചേർക്കുന്നത്. ഒരു 2-3 സെക്കൻഡ് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഏകദേശം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കണം. ഇനി ഈ കറിയിൽ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിക്കുന്നതിലേക്കായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഒരു 2 ചെറിയ ഉള്ളി അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർക്കാം. ഉള്ളി ഒന്ന് ചുമന്ന കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഈ മുളക് പൊടി കരിഞ്ഞു പോകരുത്. തുടർച്ചയായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതോടൊപ്പം ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടിക്ക് പകരം മുഴുവൻ ഉലുവയും ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മൺചട്ടിയിൽ നമ്മൾ വെച്ച ഈ പൈനാപ്പിൾ പുളിശ്ശേരി ഒരു 1-2 ദിവസം വരെ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റെന്ത് കറികളുണ്ടെന്ന് പറഞ്ഞാലും പൈനാപ്പിൾ പുളിശ്ശേരി നമ്മുടെ ചോറിനോടൊപ്പം ചേർത്ത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അത് വേറെ ഒന്നാണ്. തീർച്ചയായും ഇത് നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റായി അറിയിക്കാം. മാത്രമല്ല ഈ ഒരു ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതോടൊപ്പമുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.